സർ കുറച്ചു ഉം, നാൾ മുമ്പ് ഉം, ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്ന ഒരു ഉം, സംഭവം കൊണ്ടുവന്നു. ഉം, എന്നിട്ട് പറഞ്ഞു സൗദിയെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉം, പാകിസ്ഥാൻ ഉം, തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞത്, ഉം, അതിന്റെ ഒരു കാതൽ അതായതുകൊണ്ട്. ഉം, ഉം, പക്ഷേ ഇറാൻ സൗദിയെ ആക്രമിച്ചു. ഉം, എന്നിട്ട് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ തിരിച്ചടിക്കാത്തത്? ഉം. രസകരമായൊരു ചോദ്യമാണ്. ഉം, പാകിസ്ഥാൻ തിരിച്ചടിക്കില്ല, തിരിച്ചടിക്കാൻ പറ്റുകയില്ല. ഒന്നാമത്തെ കാര്യം, അന്നത്തെ ആ കരാർ ഒരു പുകമറയാണ്. അതായത് സൗദി ആരെങ്കിലും തൊട്ടാൽ പാകിസ്ഥാൻ അടിക്കും, പാകിസ്ഥാൻ ആരെങ്കിലും തൊട്ടാൽ സൗദി അടിക്കും. ഇതാണ് അന്നത്തെ കരാറിൻ്റെ ഉള്ളടക്കമായിട്ട് വെളി വന്നത്. അവർക്ക് തമ്മിൽ ചില ഒത്തുചേരേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും കരാർ എന്ത് തന്നെ ആയിക്കോട്ടെ, ഉം, ഇനി അതിൻ്റെ ഉദ്ദേശം എന്തുദ്ദേശം ആയിക്കോട്ടെ, കരാറിൽ ഇങ്ങനെയാണല്ലോ. അപ്പം ഇറാൻ സൗദി അറ്റാക്ക് ചെയ്തോ എന്നൊരു ചോദ്യമുണ്ട്. ആദ്യഘട്ടത്തിൽ സൗദിയിലെ അമേരിക്കൻ ബേസുകളെയാണ് അറ്റാക്ക് ചെയ്തതെങ്കിൽ ഇപ്പോൾ അറാംകോ ഉൾപ്പെടുന്ന കമ്പനികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞു. അറാംകോയുടെ ഓയിൽ ഫീൽഡ് ഒക്കെ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. സൗദിയെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം ഗവൺമെൻറ് കമ്പനിയല്ലേ. സൗദി അറാംകോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക കമ്പനിയാണ് സൗദിയുടെ. അപ്പം അതൊക്കെ അറ്റാക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ സൗദിയെ ആക്രമിച്ചിട്ട് വില്ലൻ തന്നെയാണ്. ഇറാനെ അറ്റാക്ക് ചെയ്യാൻ എന്ത് വന്നാലും പാകിസ്ഥാന് പറ്റില്ല. എന്തുകൊണ്ട്? ഇറാനെ ഇപ്പോൾ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്താൽ ഇസ്ലാമിക വേൾഡ് രണ്ടായിട്ട് വിഭജിക്കപ്പെടും. അതിൻ്റെ മുഴുവൻ ഇൻറ്റഗ്രിറ്റിയും പോകുന്നത് മാത്രമല്ല, ഇസ്ലാമിക വേൾഡിന് മുന്നിൽ പാകിസ്ഥാൻ നാണം കെടും. പല ഇസ്ലാമിക് നേഷൻസിൻ്റെ മുന്നിൽ എരന്നെരന്നാണ് ഇച്ചിരി പൈസ മേടിച്ച് പാകിസ്ഥാൻ മുന്നോട്ട് പോകണം. ഉം. ആ പാകിസ്ഥാന് പിന്നെ ഇവരാരും സഹായിക്കേണ്ടി വരും. പാകിസ്ഥാനികൾക്ക് തന്നെ വലിയൊരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളിലും നേരിടേണ്ടി വരും സൗദി അറ്റാക്ക് ചെയ്ത്. പക്ഷെ അല്ല, സൗദിയുടെ പാകിസ്ഥാൻ പേരിൽ ഇറാനെ അറ്റാക്ക് ചെയ്താൽ. സർ, അപ്പൊ സൗദി എന്നൊക്കെ പറയുമ്പോൾ സുന്നിയല്ലേ? അല്ല, സൗദി അതൊക്കെ ആയിക്കോട്ടെ, ഇത് ഷിയയോ സുന്നിയോ എന്നുള്ളതല്ല. ഉം, ഇപ്പം ലോകം മുഴുവൻ മുസ്ലിംസ് കാണുന്നത് എങ്ങനെയാണ്? ഇത് റംസാൻ മാസമാണ്, ഓക്കെ. വിശുദ്ധ മാസം. ഉം, വിശുദ്ധ മാസത്തിൽ ഒരു ഇസ്ലാമിക രാജ്യത്തെ ആക്രമിച്ചു. മുസ്ലിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള മാസം ഇത്. ഈ മാസത്തിൽ ആക്രമിക്കുന്നതിന് ഒരു മീനിങ്ങേ ഉള്ളൂ. ദൈവത്തെ വിളിക്കുന്ന മാസത്തിൽ ആക്രമിച്ചെങ്കിൽ നിങ്ങളുടെ ദൈവം ഇറങ്ങി വരുമോ, ഞങ്ങളെ വല്ലതും ചെയ്യുമോ? ഇത് അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്. ആ അഹങ്കാരത്തിൻ്റെ ഭാഷ വ്യക്തമായിട്ട് അമേരിക്കയും ഇസ്രായേലും കൂടെ ഇറാൻ്റെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞു. ഇത് വെറുതെ ഒരു യുദ്ധം എന്നുള്ളതിൽ കൂടുതൽ ഈ മാസത്തിൽ നടന്ന ഈ യുദ്ധം ആൻറ്റി ഇസ്ലാമിക് യുദ്ധമായിട്ടേ ഇസ്ലാമിക് വേൾഡ് എടുക്കുള്ളൂ. അവരെങ്ങനെ പ്രതികരിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇതൊരു ആൻറ്റി ഇസ്ലാമിക് യുദ്ധമാണ്. പിന്നെ ഖമനൈ എന്നുള്ള നേതാവ് ഒരു മതഭീകരവാദിയാണ്, അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യക്കുറവുണ്ട് എന്നുള്ള ചില കാര്യങ്ങളിൽ മുസ്ലിം ലോകത്ത് പലർക്കും അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം. പക്ഷേ ജനറലി മുസ്ലിം വേൾഡ് അത് വളരെ മോശമായിട്ട് എടുത്തേക്കണം. അനേകം കുട്ടികളും കൊല്ലപ്പെട്ട സംഭവമുണ്ട് അറ്റാക്കുകളിൽ. ഇപ്പോഴത്തേന് നിരവധി സാധാരണക്കാരുടെ തലയിലാണ് ബോംബ് വീഴുന്നത്. കൃത്യമായിട്ട് ഖമനൈ ഭരണകൂടത്തിലെ ഉന്നതന്മാരെ നോക്കി അവരുടെ ദേഹത്തേക്ക് മാത്രം പായുന്ന വെടിയുണ്ടകളല്ല അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കുന്നത്. ഉം, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം ഇത് മുസ്ലിം വേൾഡിൽ ഇറാനോടുള്ള ഐക്യദാർഢ്യം അവർക്ക് ഫീൽ ചെയ്യും ഉള്ളിൽ. അവർ കൂടുതൽ ഈ പ്രകടനം നടത്തിയില്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതുണ്ട്. ഈ സമയത്ത് പാകിസ്ഥാൻ ഒരിക്കലും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നല്ല ഒരു ഇസ്ലാമിക് നേഷനും. ഇപ്പം നാറ്റോയിൽ അംഗമാണല്ലോ ടർക്കി. ഉം, തൊട്ട് ഇറാൻ്റെ അയൽ രാജ്യമാണ്. ടർക്കിക്ക് പറ്റില്ലല്ലോ. അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ വേണ്ട, അമേരിക്കയുടെ ഒപ്പം നാറ്റോയിലെ രണ്ടാമത്തെ ശക്തിയുള്ള രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത്. എന്തായാലും അതെ, അവർക്ക് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് പോലും പറ്റില്ലല്ലോ. എന്തുകൊണ്ട്? ടർക്കിയും ഇറാനും തമ്മിലുള്ള ബന്ധം ആലോചിച്ച് നോക്കൂ. ടർക്കിഷ് പൗരന്മാർക്ക് ഇറാനിൽ വരാൻ വിസ വേണ്ട, പാസ്പോർട്ട് മാത്രം മതി. ഉം, തിരിച്ചു അതുപോലെ തന്നെ ഇറാൻകാർക്ക് ടർക്കി പോകാൻ ഇത് വേണ്ട. അത് അമേരിക്ക എങ്ങനെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ചാരന്മാർക്ക് ടർക്കി വഴി ഈസി ആയിട്ട് ഇറാനിൽ കയറാൻ പറ്റി. അതുകൊണ്ട് ഈ ബന്ധത്തെ അവരങ്ങനെ ഉപയോഗിച്ചത് സത്യം പറയാം. അതുകൊണ്ട് ടർക്കി ഇറാൻ തമ്മിലുള്ള നല്ല ബന്ധം ഇപ്പോൾ ഇറാന് വിനയായി എന്നുള്ളതാണ് വാസ്തവം. മൊസാദിൻ്റെ ചാരന്മാർക്കും സിയുടെ ചാരന്മാർക്കും ഉം, ഈസി എൻട്രി ഇറാനിലേക്ക് കിട്ടുന്നത് ടർക്കി വഴിയാണ്. അവർ മുസ്ലിം പേരുള്ള ആൾക്കാരായിട്ട്, ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാരായിട്ട് തന്നെ അവർ ചെന്നാൽ മതി. ചാരന്മാർക്ക് ഈസി ആയിട്ട് അടിത്തട്ടിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒഫീഷ്യലി ടർക്കി കനോട്ട് അറ്റാക്ക് ഇറാൻ ലൈക്ക് ദാറ്റ്. പാകിസ്ഥാൻ ഓൾസോ കനോട്ട് അറ്റാക്ക് ഇറാൻ. അതാണ് സംഭവം. അപ്പൊ ഈ ഒരു ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പറഞ്ഞ് ഇവരുണ്ടാക്കിയ ഈ അതെ, സംഭവം വെറുതെ അതൊരു ചീട്ടുകൊട്ടാരം. അത് സത്യത്തിൽ ചീട്ടോട് തട്ടിപ്പാണ്. ആ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് നാറ്റോയ്ക്ക് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയേക്കുന്നത്. എന്തിനാ? സൗദിക്കും പാകിസ്ഥാനും പ്രത്യേകം വ്യക്തി താല്പര്യങ്ങളുണ്ട്. ഉം, ആ വിഷയത്തിന് വേണ്ടിയിട്ടാണ് അതെവിടെയാണ്? ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കിയ തൊട്ടു പുറകെ ഉണ്ടായൊരു സംഭവം. എനി ഇവൻ്റ് ഹാസ് ആൻ ആഫ്റ്റർ മാത്ത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ശ്രദ്ധിച്ചോ എന്ന് ഓർക്കണില്ല. അവർ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് തൊട്ടു പുറകെ ഉം, UAE പ്രസിഡന്റ് ഇന്ത്യയിലെത്തി. 3 മണിക്കൂർ ഇന്ത്യയിൽ നേരം കൊണ്ട് കരാർ ഒപ്പിട്ടു. ഓ, ഓർമ്മയുണ്ടോ? യെസ്. ഇത് പ്രശ്നം സൗദിയാണ്. സൗദിക്കാരനാണ് ഇത് വേണ്ടി വന്നത്. അവർ കരാർ ഒപ്പിട്ട് ഒരാഴ്ച പോലും വെയിറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല. അടുത്ത ദിവസം തന്നെ ഓടിയത്. കാരണം ഇപ്പം പശ്ചിമേഷ്യയിലെ ഒരു കോൺഫ്ലിക്റ്റ്, നമ്മളിപ്പം മുന്നിൽ കാണുന്ന
ഡയറക്റ്റ് വിസിബിൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമാണ്. ബട്ട് ദർ ഇസ് ആൻ ഇൻവിസിബിൾ കോൺഫ്ലിക്റ്റ്. ഒരു സാധനം അവിടെ നടക്കുന്നുണ്ട് കുറേ നാളായിട്ട്. അത് UAEക്കും സൗദിക്കും ഇടയ്ക്കാണ്. ഇവർ രണ്ടുപേരും നേരിട്ട് സ്വന്തം രാജ്യങ്ങളിലെ അതിർത്തികൾ എന്നുള്ള ഒരു യുദ്ധമൊന്നുമല്ല. ആഫ്രിക്കയെ ഡിവൈഡ് ചെയ്യാനുള്ള, ആഫ്രിക്കയുടെ സമ്പത്ത് കവരാനുള്ള ഒരു യുദ്ധം ഇവർക്കിടെ നടക്കുകയാണ്. പ്രധാനമായിട്ടും ആഫ്രിക്കയിലെ സ്വർണം ഖനനം ചെയ്യുക. ഈ സ്വർണ്ണഖനനം, ഇത് നമ്മളൊരിക്കൽ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതേ ഫ്ലോറിൽ ഈ ചർച്ച വന്നിട്ടുണ്ട്. അവിടെ സ്വർണ്ണഖനനം ചെയ്യുന്ന ചില ഗ്രൂപ്പുകളെ ഒരു വശത്ത് സൗദിയാണ് ആയുധവും പണവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ സ്വർണ്ണഖനനത്തിൻ്റെ ഈ നെട്ടോട്ടത്തിൽ പിന്നിപ്പോകാതിരിക്കാൻ വേണ്ടി UAE രംഗത്തുണ്ട്. പ്രധാനമായിട്ട് ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ്. സൗദി പണ്ട് തന്നെ വേണമെങ്കിൽ ഭീകര സംഘടനകൾക്കൊക്കെ ഫണ്ട് കൊടുത്തു വെച്ചാൽ നമ്മൾ അതിശയിക്കില്ലായിരുന്നു. പക്ഷേ UAE എന്നൊരു രാഷ്ട്രം ചെയ്യുമ്പം നമ്മൾ ഞെട്ടും. അതെ, ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആഫ്രിക്കയിലെ ചില ഗ്രൂപ്പുകളെ UAE ആണ് ഫണ്ട് ചെയ്യുന്നത്. അവർക്ക് ആയുധം കൊടുക്കുന്നുണ്ട്. കാരണം ഈ സ്വർണം എന്ന് പറയുന്നത്, ആ ഒരു സമയം ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ഒരു വർഷം ലോകത്തുള്ള സുപ്രധാനമായ പല രാജ്യങ്ങളും, ഇന്ത്യ, റഷ്യ, ചൈന, ഇവർ മൂന്നുപേരും വൻതോത് സ്വർണം വാങ്ങിക്കൂട്ടുമായിരുന്നു. അപ്പോൾ സ്വർണത്തിൻ്റെ വില ഇത്രയും കൂടിയതിന് പുറകെ രണ്ട് കാരണമുണ്ട്. ഒന്ന്, ട്രംപിൻ്റെ താരിഫ് കാരണം ഷെയർ മാർക്കറ്റിലെ ചാഞ്ചാട്ടം കൊണ്ട് ഡോളറിലും സ്വർണത്തിലും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു. രണ്ട്, ഈ മൂന്ന് രാജ്യങ്ങൾ, ചൈനയും ഇന്ത്യയും റഷ്യയും വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുള്ളതുകൊണ്ട് ലോകത്ത് സ്വർണ്ണക്ഷാമം ഉണ്ടായി. ഇതാണ് വിഷയം. പ്രഷ്യസ് മെറ്റൽസിൻ്റെ കാര്യത്തിൽ വലിയ ക്ഷാമം ഉണ്ടാകാൻ പോകുന്ന ഒരു കാലമാണ് ഇപ്പോൾ മുന്നിൽ. ഒന്ന് സ്വർണം. വെള്ളിയുടെ കേസിൽ സ്വർണത്തിൽ ആൾക്കാർക്ക് ഇത്രയും വില കൂടുമ്പോൾ എന്ത് ചെയ്യും? വെള്ളിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും വെള്ളിയുടെ വിലയും കൂടും, ഡിമാൻഡ് കൂടും. അത് സത്യത്തിൽ ഡിജിറ്റലായിട്ടായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ, എന്നാലും വില കൂടും. മൂന്നാമത്തെ ചെമ്പ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സെൻറ്റേഴ്സിൻ്റെ ഒരു വരവോട് കൂടിയിട്ട് ചെമ്പിന് ഒടുക്കത്തെ ഡിമാൻഡാണ്. ഭയങ്കരമായിട്ട് ചെമ്പിനും വില കൂടാൻ പോവാണ്. ചെമ്പിന് ക്ഷാമം വരും ലോകം മുഴുവൻ. സത്യത്തിൽ തൂത്തുക്കുടിയിലെ കമ്പനി, അത് കോപ്പറിനുള്ളതായിരുന്നല്ലോ, അത് മുന്നോട്ട് പോകാത്ത പ്രൊജക്റ്റ് നമ്മളെ ഇന്ത്യയെ പോലും ബാധിക്കും. ഇന്ത്യക്ക് അടിയന്തരമായിട്ട് ചെമ്പ് കമ്പനികൾ വേണം, എന്നാലേ കാര്യമുള്ളൂ. കാരണം ലോകത്ത് വൻ ഡിമാൻഡാണ് ചെമ്പിന് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ചിപ്പുകൾ നിർമ്മിക്കാനൊക്കെ ആവശ്യമുള്ള ഘടകങ്ങൾ പലതും ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ വിഷയം വന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ ഈ സ്വർണം, ആദ്യം പറഞ്ഞല്ലോ ഏറ്റവും ഡിമാൻഡഡ് സ്വർണ്ണമാണ്. ഈ സ്വർണം ഖനനം ചെയ്യുന്ന കാര്യത്തിൽ സൗദിയും UAEയും തമ്മിൽ അടിയാണ്. അപ്പോൾ ഈ അടി വരുമ്പോൾ പല പ്രോക്സി ഗ്രൂപ്പുകളും വെച്ചിട്ട് സംഘർഷങ്ങളുണ്ട്. നേരിട്ട് ഈ പ്രദേശത്തെ രാജാക്കന്മാർ തമ്മിൽ കണ്ടാൽ അടിവയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ സൈന്യങ്ങൾ നേരിട്ട് അടിവയ്ക്കുകയോ ഒന്നും ഉണ്ടാവില്ല. നിലവിൽ സംഘർഷം നടക്കുന്നത് ആഫ്രിക്കയിലുള്ള ചില ഗോത്ര സമൂഹങ്ങളുടെ നേതാക്കന്മാർ, അവർ തമ്മിലാണ്. ഒരു കൂട്ടർ സൗദിയുടെ ഒപ്പം, ഒരു കൂട്ടർ UAEയുടെ ഒപ്പം. ഈ രണ്ട് കൂട്ടരും സ്വർണ്ണഖനനത്തിൽ ഏർപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ സ്വർണ്ണഖനനത്തിൽ ഏർപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ, ഗറില്ല ഗ്രൂപ്പുകൾ, ഗിൽഡുകൾ, അതുപോലെ തന്നെ ഗോത്ര സമൂഹങ്ങൾ, ഏകാധിപതികൾ, ഇങ്ങനെയുള്ള പല പല ഗ്രൂപ്പുകൾ ആഫ്രിക്കയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് ചോദ്യം. അവിടെ ആരാണോ കൂടുതൽ സ്വർണം കുഴിച്ചെടുക്കണം, അവൻ നാളത്തെ ലോകത്ത്, ഗൾഫ് ലോകത്ത് നിന്ന് അവൻ സാമ്പത്തികമായിട്ട് മുന്നിരിക്കും. ഈ ഒരു സ്വർണത്തിൻ്റെ കണ്ടന്റിൽ വലിയ കൺട്രോൾ ഉണ്ടാകും. അത് രാഷ്ട്രീയമായിട്ട് നാളെ പലതിലേക്കും വരുന്നതാണ്. പിന്നെ മറ്റു വശത്ത് പെട്രോളിയത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരും. ലോകത്ത് ഒരു സൈഡിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി വരുന്തോറും ഇപ്പുറത്ത് പെട്രോളിയത്തിൻ്റെ ഡിമാൻഡ് കുറയും. ആ സമയത്ത് ഈ സ്വർണത്തിൻ്റെ മുകളിൽ ആധിപത്യം നിലനിർത്തണം. ഇതൊരാവശ്യമാണ്. പിന്നെ ആഫ്രിക്ക പൊളിറ്റിക്കലി 100 വർഷം മുമ്പത്തെ ഇന്ത്യ എന്താണോ അതാണ് ഇന്നത്തെ ആഫ്രിക്ക. 100 വർഷം മുമ്പത്തെ ഇന്ത്യയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. തുണി എടുക്കാണ്ട് കിടക്കണ മനുഷ്യരുണ്ടാവും അന്ന്. കേരളത്തിലേക്ക് മാറു മറയ്ക്കാത്ത സ്ത്രീകൾ, ഹിന്ദുക്കൾ ഏതാണ്ട് മുഴുവൻ വരും, ബ്രാഹ്മണൻ്റെ അടക്കം. നേരെ വണ്ണ് മാറു മറച്ചിരുന്നില്ല. ഇത്തരൊരു സമൂഹം ഇന്ന് നമ്മൾ കാണുന്ന നമ്മളല്ല. അന്ന് നമ്മൾ ചായ കുടിച്ചിരുന്നില്ല എന്ന് നോക്കണം. നമ്മൾ ചായ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ചേഞ്ച് വരുന്നതിന് മുമ്പുള്ള ഒരു ആഫ്രിക്കയാണ് ഇന്നത്തെ ആഫ്രിക്ക. 100-150 വർഷം മുമ്പത്തെ ഇന്ത്യ. ആ ആഫ്രിക്കയിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ പോകാം. അപ്പോൾ സാമ്പത്തികമായിട്ട്, സാമൂഹികമായിട്ട്, മതപരമായിട്ടെല്ലാം ആഫ്രിക്കയെ സ്വാധീനിക്കാൻ നാളെ പലരും മുന്നിൽ വരും. ഒരു പരിധിവരെ ഉൾപ്രദേശങ്ങളിൽ മിഷണറിമാരാണെങ്കിൽ വേറെ കുറേ ഭാഗത്ത് ഇസ്ലാമിക് ടെററിസം പോലുള്ള സാധനമുണ്ട്. മറ്റിടത്ത് ആഫ്രിക്കക്കാരൻ സ്വന്തമായിട്ട് അയ്യപ്പ ഭക്തനാവുന്നുണ്ട്. ഇങ്ങനൊരു ചേഞ്ചും കൂടി വരുന്നുണ്ട്. ആഫ്രിക്കയിലെ അയ്യപ്പ ക്ഷേത്രങ്ങൾ വരുന്നു. അപ്പോൾ പല ആൾക്കാർക്കും പല ഇൻട്രസ്റ്റുകൾക്ക് ഉള്ള സ്ഥലമാണ് ആഫ്രിക്ക എന്നുള്ളത്. അതിലിപ്പം മുന്നിൽ നിൽക്കുന്നത് പ്രധാനമായിട്ട് സ്വർണ്ണ ഖനനമാണ്. അറിയാമല്ലോ, കേരളത്തിൽ നിന്ന് ഒരു നേതാവ് പോലും അവിടെ സ്വർണ്ണം ഖനനം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. സ്വർണ്ണഖനനം പ്രധാന. ആഫ്രിക്കയിലെ ഭൂമി പലയിടത്തുനിന്നും കേരളത്തിൽ നടക്കുന്ന ആൾക്കാർ പോയി കൃഷി ചെയ്യാനായിട്ട് ആയിരക്കണക്കിന് ഏക്കർ ലീസ് ചെയ്യുന്നു, അവിടെ കൃഷി ചെയ്യുന്നു. ചൈന അവിടെ 10,000-കണക്കിന് ഏക്കർ ലീസ് കിട്ടുക, അവിടെ പരിപ്പ് കൃഷി പോലെ ചെയ്യണം. എല്ലാവർക്കും ആവശ്യമുണ്ട്. കാരണം ചൈനയ്ക്ക് ഭക്ഷ്യക്ഷാമമുണ്ട്. ചൈന വൻതോത് കൃഷി ചെയ്യാൻ്റെ സ്ഥലം നോക്കി നടക്കുക. അങ്ങനെ അവരവിടെ എടുക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ആഫ്രിക്കയെ നാളെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ആരാണ് ഓൺ ചെയ്യാൻ പോകുന്നത്? ഒരു വലിയ തർക്കം ഉണ്ടാകും.
ഇതിനിടയിൽ ബുർക്കിന ഫാസോ പോലുള്ള സ്ഥലങ്ങളിൽ ഏകാധിപതികൾ വളർന്നു വരും. ഒരു വലിയ പട്ടാള നേതാവ്, അയാൾ ഇസ്ലാമിക് വേൾഡിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. ഇയാളുടെ ഈ വരവ് വളരെ സംശയാസ്പദമാണ്. പ്രത്യേകിച്ച് സൗദിക്കും അതെ, UAE-ക്കും അതെ. നാളെ അവിടുത്തെ സമ്പത്ത് ഉപയോഗിച്ച് ഇദ്ദേഹം കുറേ കൂടെ വളരുകയും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കീഴടക്കാൻ ഇറങ്ങുകയും ചെയ്താൽ നാളെ ഗൾഫ് രാജ്യങ്ങൾക്ക് മുഴുവൻ ഭീഷണിയായിട്ട് മാറും. അപ്പം അവിടെ പലരെയും പല രീതിയിൽ വളർത്തേണ്ട ആവശ്യം പലർക്കും ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി പല ഗുണ്ടാ ഗ്രൂപ്പുകളും വേണം. സൗദിക്ക് ഒരു ഗുണ്ടാ ഗ്രൂപ്പിന് വേണം. ഇതാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ ഒരു ചെറിയ ഗുണ്ടാ ഗ്രൂപ്പല്ല, ഒരു മികച്ച ഗ്രൂപ്പാണ്. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഫെയിൽഡ് മാർഷൽ എന്നൊക്കെ പറഞ്ഞ് മുനീറിനെ കളിയാക്കുമ്പോഴും എനിക്ക് പാകിസ്ഥാൻ പട്ടാളത്തൊരു ബഹുമാനമുണ്ട്. അതിന് ഒറ്റ കാരണമുള്ളൂ, ഇന്ത്യൻ പട്ടാളത്തോട്ട് 2 ദിവസമെങ്കിലും യുദ്ധം ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടല്ലോ. അത് ലോകത്ത് ഒട്ടുമിക്ക പട്ടാളങ്ങൾക്കും ഇല്ല. അത് പാകിസ്ഥാന് പറ്റും. കാരണം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും മിലിറ്ററി ട്രെയിനിങ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇത് ബ്രിട്ടീഷ് ട്രെയിനിങ് എന്ന് വന്നേക്കണം. ഈ ബ്രിട്ടൻ്റെ ട്രെയിനിങ് സെൻറ്റേഴ്സ് പണ്ട് തൊട്ടുള്ളത് ഇവിടെ എല്ലാം ഉണ്ട്. ഇസ്ലാമാബാദിലുണ്ട്, കറാച്ചിയിലുണ്ട്, ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളുണ്ട് നമുക്ക് പലയിടത്തും. നീൽഗിരി ഉണ്ട്, അതുപോലെ തന്നെ മദ്രാസിലുള്ളതുണ്ട്, ചെന്നൈ, അതുപോലെ ദെൻ ബഹ്റജീവിൻ്റെ ആസ്ഥാനം മോ പോലുള്ള അങ്ങനെ അനേകം സെൻറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ 100-150 വർഷം പഴക്കമുള്ള ട്രെയിൻ സെൻറ്റേഴ്സാണ് പലതും തന്നെ. അവിടെയൊക്കെ പണ്ട് നെപ്പോളിയൻ സ്ഥാപിച്ച ട്രെയിനിങ് സിസ്റ്റമാണ് പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത് അവരുടെ സിസ്റ്റമാക്കി ലോകത്തെ ഏറ്റവും മികച്ച സൈനിക അക്കാഡമിയായിട്ടുള്ള സാൻഹെസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ നിന്നും പിന്നെ പോന്ന് നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശും ഒക്കെ അടക്കം പലയിടത്തും ഉള്ളത്. ആ ട്രെയിനിങ് മികച്ചതാണ്. ഇന്ത്യൻ പട്ടാളത്തോട് 2 ദിവസമോ ഒരാഴ്ചയോ അടിച്ചു നിൽക്കാൻ പറ്റിയൊരു പട്ടാളം ഈ ലോകത്തുണ്ടെങ്കിൽ അവരെ ഒരു മികച്ച പട്ടാളമായിട്ട് കണക്കൂട്ടണം. അത് ഈ ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും പറ്റുമെന്ന് സംശയമാണ് ഇന്ത്യൻ പട്ടാളത്തോട്. അതായത് നേർക്ക് നേർ ടെക്നോളജി ഉപയോഗിച്ചോ അതായത് ആകാശത്തുള്ള യുദ്ധാന്തരങ്ങളോ മിസൈൽ വാർഫെയറോ ഒന്നുമല്ല ഞാനിപ്പോൾ പറയുന്നത്. ആത്മവീര്യം എന്നൊരു സാധനമുണ്ടല്ലോ പട്ടാളക്കാരൻ്റെ, അത് വെച്ചിട്ട് 2 ഗ്രൂപ്പ് പട്ടാളം തമ്മിലടിക്കണമെങ്കിൽ അതിന് കറക്റ്റ് ട്രെയിനിങ് ഉള്ളത് ഈ 2 രാജ്യങ്ങൾക്കാണ്. അക്കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച പട്ടാളം. മൂന്നാമതായിട്ട് പിന്നെ നേപ്പാളിനെയും കണക്ക് കൂട്ടണം. ഗൂർഖകൾ അതിഗംഭീരമാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് സൈന്യം ഇന്നും ഗൂർഖ റെജിമെൻ്റ് നിലനിർത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാരമ്പര്യമുള്ള കുറേ ട്രെയിനിങ്സ് നമ്മുടെ സിഖ് റെജിമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല കേട്ടോ പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനിൽ സിഖ് റെജിമെൻ്റ് ഉണ്ട്. പാകിസ്ഥാനികളിൽ അവിടെ പഞ്ചാബിലെ പട്ടാളക്കാർ, പാകിസ്ഥാൻ മുസ്ലിംസ് പോലും വളരെ ആദരവോട് കൂടിയിട്ട് സിഖ് റെജിമെൻറ്റിലെ പട്ടാളക്കാരെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പല തരത്തിലുള്ള ആൾക്കാർ, അവർക്ക് മികവുള്ള പരിശീലനമുള്ള ഒരു ഗ്രൂപ്പാണ് അവർ. അതിനെ ഒരു ഗുണ്ടാ ഗ്രൂപ്പിനെ പോലെ സൗദി ഉപയോഗിക്കാൻ പോവാണ്. ഇതാണ് ഈ കരാറിൻ്റെ അർത്ഥം. അതെവിടെയായിരിക്കും? UAE സഹായം ചെയ്ത് ഇറക്കിയിരിക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ ആഫ്രിക്കയിലുണ്ട്, സ്വർണ്ണഖനനത്തിൽ. അവർക്ക് ട്രെയിനിങ് കൊടുക്കാനോ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാനോ ആയിരിക്കും പാക് പട്ടാളത്തെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ഒരു നാണം കെട്ട പരിപാടിക്ക് എന്തിനാണ് പാകിസ്ഥാൻ പട്ടാളം നിന്നു കൊടുക്കുന്നത്? സംഭവം വളരെ സിമ്പിളാണ്. പാകിസ്ഥാൻ പാപ്പരാണ്, പൈസ ഇല്ല, അവർക്ക് ശരിയാണ് മികവുള്ളൊരു സൈന്യം ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒട്ടും പണമില്ല. പാകിസ്ഥാൻ ദരിദ്രമാണ്. ഇത്രയും നാളും ഗൾഫ് രാജ്യങ്ങളുടെ മുന്നിൽ സൗദി ഉൾപ്പെടെ ബെഗ്ഗിങ് ആയിരുന്നു, വല്ലതും താന്ന് പറഞ്ഞിട്ട്. അവസാനം ഒന്നും കിട്ടില്ല എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഒരുപക്ഷെ സൗദിയും കൂടെ ഇങ്ങനെ ഒരു നിശ്ചയം എടുത്ത് കാണും. എന്തായാലും ഇച്ചിരി പണി എടുക്കട്ടെ, എന്നാൽ പിന്നെ നീ ഒരു പണി ഈ വേല എടുക്ക്, പൈസ തരാം. ഇത്രേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ. അല്ലാതെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നാളെ ഉണ്ടാവും. ഈ സൈനിക കരാർ അനുസരിച്ചാണെങ്കിൽ നാളെ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ സൗദി വരണ്ടേ? ഒരു യുദ്ധം ഉണ്ടായാലും സൗദിക്ക് വരാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. സൗദി ഒരിക്കലും ഇന്ത്യയുടെ യുദ്ധത്തിന് വരില്ല. ഇപ്പം ഇന്ത്യ UAE തമ്മിൽ സൈനിക കരാറുണ്ടായി എന്ന് പറഞ്ഞിട്ട് UAE പാകിസ്ഥാൻ്റെ യുദ്ധത്തിന് പോകത്തില്ല. ഇതിൻ്റെയൊക്കെ മാനങ്ങൾ വേറെയാണ്. അപ്പം ലോകത്ത് ഏത് ശക്തി ഇതിൽ ആരെ അടിച്ചാലും ഞങ്ങൾ വന്ന് യുദ്ധം ചെയ്യും എന്ന് പറയണതിൽ അതൊരു പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക് നാറ്റോയുടെ യഥാർത്ഥ കോൺട്രാക്റ്റിൽ അതുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇത്തരം ക്ലോസുകൾ അവർ വെളിയിൽ പറയണ ഇങ്ങനെയായിരിക്കും, പക്ഷേ ഇവർക്ക് വേണ്ടി പണിയെടുക്കാൻ വേറൊരിടത്ത് ഇവർ പോകും. നാറ്റോയിലെ സഖ്യകക്ഷികൾ എന്താ ചെയ്യുന്നത്? അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേറെ വല്ലയിടത്തും പോയിട്ട് ഗുണ്ടാപ്പണി എടുക്കും. ഇതല്ലേ നാറ്റോ ചെയ്യുന്നുള്ളൂ. യുദ്ധങ്ങൾ അമേരിക്കയുടെ സ്വന്തമാണ്. ലോകത്ത് എവിടെ പോയാലും പ്രശ്നം കണ്ടുപിടിച്ച് യുദ്ധം ഉണ്ടാക്കുന്നത് ഒന്നേ അമേരിക്കയില്ല, ഇസ്രായേൽ നേരിട്ട് നാറ്റോയെ വേണമെന്നില്ല, അവൻ എന്നോടത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അമേരിക്കയുടെ CIA കണ്ടുപിടിക്കുന്നു. ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഇവർ ബോംബിടണം. ആരായിട്ട് പോകും? നാറ്റോ ആയിട്ട് പോകും. അപ്പോൾ ഈ നാറ്റോ സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അമേരിക്കയുടെ വെറും ഗുണ്ടാ ഗ്രൂപ്പുകൾ മാത്രമാണ്. അതുപോലൊരു ഗുണ്ടാ ഗ്രൂപ്പ് സൗദി ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യകത ആഫ്രിക്കയിലായിരിക്കും. ആഫ്രിക്ക ഇനിയും നേരെപാടിന് ഖനനം ചെയ്യപ്പെടാത്തൊരു സ്വർണ്ണഖനിയാണ്. സ്വർണ്ണഖനി എന്ന് ഉദ്ദേശിച്ച ഗോൾഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അനേകം ധാതുക്കൾ. സൗത്ത് ആഫ്രിക്ക പോലുള്ളിടത്ത് രത്നഖനികളാണുള്ളത്. അവിടെ നാളെ ഇനിയും കണ്ടുപിടിക്കാനുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. ആഫ്രിക്കയ്ക്ക് സ്വന്തം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, വലിയൊരു ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ളത് ആഫ്രിക്കയിലാണ്.
ആസ് എ നേഷൻ എടുക്കുകയാണ് ഇന്ത്യയിലാണ്, പക്ഷേ ആസ് എ ഹോൾ ഗ്രൂപ്പ് എടുക്കുകയാണ് ആഫ്രിക്കക്കാരിലാണ്. യൂറോപ്പിലും ചൈനയിലും ഒക്കെ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ലോകത്തിൻ്റെ ചെറുപ്പം നിലനിൽക്കുന്ന അവിടെയാണ്. എന്നാൽ വികസനം ഇല്ലതാനും. പുതിയ വികസനങ്ങൾ, പുതിയ പുതിയ ബിസിനസ് സാധ്യതകൾ വന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അതിന് ഇനി സാധ്യതയുള്ള ആഫ്രിക്കയാണ്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാലം വരുന്ന സ്ഥലം. ആ ആഫ്രിക്കയെ പണ്ടുകാലത്ത് അടിമക്കച്ചവടത്തിന് വേണ്ടി കുറേ സുൽത്താന്മാർ അവിടുന്ന് ധാരാളം അടിമകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് വെള്ളക്കാർക്ക് വിൽക്കുമായിരുന്നു. അതാണ് ആഫ്രിക്കയിലെ ഒന്നാമത്തെ എന്താ പറയണേ ഒരു ഇടപെടിയിൽ എന്ന് പറയുന്നത്, പുറത്തുനിന്നുള്ള അനാശാസ്യമായ ഇടപെടിയിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് മിഷണറിമാരാണ്. നിങ്ങൾ അപരിഷ്കൃതന്മാരാണ്, കാടന്മാരാണ്, ഞങ്ങൾ നിങ്ങളെ ഉടനെ നന്നാക്കുന്നതാണെന്നുള്ള കോൺട്രാക്റ്റുമായിട്ട് വന്നത് മിഷണറിമാരാണ്. മിഷണറിമാർ വന്നപ്പോൾ എന്തായി? പ്രസിദ്ധ ആഫ്രിക്കൻ നേതാവായിട്ടുള്ള കെനിയാറ്റ പറഞ്ഞ പോലെ അവർ ഒരു പുസ്തകമായിട്ട് വന്നു. ഭൂമി മുഴുവൻ ഞങ്ങളുടേതായിരുന്നു. അവർ ഞങ്ങളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണ് തുറന്നപ്പോൾ പുസ്തകം ഞങ്ങളുടെ കയ്യിലും ലാൻഡ് മുഴുവൻ അവരുടെയായി മാറി എന്ന് പറയുന്നത്. ഇതാണ് മിഷണറിമാരെക്കുറിച്ച്, ഒരു ബൈബിളുമായിട്ടെന്ന മിഷണറിമാരെക്കുറിച്ച് കെനിയാറ്റ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആഫ്രിക്കയെ പലരും പല കാലത്തിൽ പല രീതിയിൽ വീതം വെച്ചെടുക്കാൻ നോക്കുമായിരുന്നു. ആ വീതം വെപ്പ് ഉദ്യമങ്ങളുടെ ഒരു പുതിയ യുദ്ധമുഖം ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അത് നിലവിൽ UAEയും സൗദിയും തമ്മിലാണ്. അവിടെ സൗദിക്കൊരു ഗുണ്ടാപ്പട വേണം, പറ്റുമെങ്കിൽ മികച്ച ഗുണ്ടാപ്പട വേണം. അതാണ് പാകിസ്ഥാൻ. എന്തായാലും ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് സൗദിയും പാകിസ്ഥാനും കൂടെ ഒരു കരാർ ഒപ്പുവെച്ച തൊട്ട് പുറകെ UAE പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയതും വേറൊരു കരാർ ഇവിടെ ഒപ്പുവെച്ചതും വെറുതെയല്ല. സൗദി UAEക്ക് ഒരു ഭീഷണിയാണ്. ഭീഷണിയായിട്ട് ഇപ്പം മാറിയെന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിലും അവർക്ക് കാര്യം മനസ്സിലായി. അത് വൈകാതെ ലോകത്തിന് മനസ്സിലാവും. അപ്പോൾ പല പല താല്പര്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും സൗദി അറ്റാക്ക് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് ഇറാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. തീർത്തും അവരുടെ എല്ലാ പേരും സൽപ്പേരും നശിപ്പിക്കാൻ പോകുന്നൊരു പരിപാടിയാണ്. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കളികൾ വേറെയാണ്. ആ കളികൾ പാകിസ്ഥാനെ സംബന്ധിച്ച് കുറച്ച് തൊട്ട് കിട്ടാനും നിലനിൽപ്പിനും അല്പം പണം ഉണ്ടാക്കാനും ഉള്ളൊരു വ്യഗ്രതയിലാണെങ്കിൽ, സൗദിയെ സംബന്ധിച്ച് ആഫ്രിക്കയിലേക്കുള്ള പുതിയ അവരുടെ കൈകടത്തലുകളുടെ ഒരു ചരിത്രം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ടൂളാണ് പാകിസ്ഥാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള പിന്തുണയ്ക്ക് നന്ദി പറയുകയാണ്. കൂടാതെ ഈ പിന്തുണ ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.